ഇന്ന് ഏതായാലും ഒരു ബോറ് ദിവസമാണല്ലോ. ഏതായാലും മുറ്റത്തൊന്ന് നമ്മുടെ സിറ്റി ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. അല്ല വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് സിറ്റി ഒന്ന് കറങ്ങാൻ പോവാം. പെട്ടെന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ എന്തോ അനങ്ങണമാരൊക്കെ കണ്ടു. അതിന് തോന്നലാന്നറിയില്ല, എന്തൊരു വലിയൊരു സാധനമാണ്. മിക്കവാറും കഴിച്ച് തോന്നലായിരിക്കും. വലിയ സാധനം പറഞ്ഞാൽ എന്തുണ്ടാവാനാ. ഏതായാലും നമുക്ക് ഇവിടെ പോയോക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ കഴിച്ച്. പിന്നെ ഞാൻ അവിടെ എന്തോന്ന് കണ്ടു കഴിച്ച്. നിങ്ങൾ ആരെയും കണ്ടോ? എന്തോ ഒരു വലിയൊരു സാധനം കഴിച്ച്. അതാ അവിടെ എന്തോ ഇനി പുതിയ ബിൽഡിങ് വല്ലതും ആണോ? പോയി നോക്കേണ്ടി വരുമല്ലോ. എന്നാലും പന്ത എന്തായിരിക്കും, അനങ്ങണ മാതിരി തോന്നുകയും ചെയ്തു കഴിച്ച്. അതെന്താ ഗോഡ്സിലയോ? കണ്ടിട്ട് അതിൻ്റെ ഒരു രൂപമൊക്കെ ഉണ്ട്. അടുത്തേക്ക് പോയി നോക്കാം കഴിച്ച്. കണ്ടിട്ട് ഗോഡ്സിലയോ തോന്നുന്നു, അതോ ഡിനോസറോ? ഏതായാലും നമ്മുടെ അടുത്ത് കാണാൻ വരുന്നത് നമുക്ക് ഏതായാലും മുങ്ങണം ഗോഡ്സിലാണ് തോന്നുന്നു. അതിന് സാമ്യമൊക്കെ ഉണ്ട്. അതാ നമ്മുടെ അടുത്തെത്തി. അതിന് വലാക്കിൻ്റെ കാലാണ് കൈസ്. വലിയ കാലോട് നമ്മളെ പിന്നാലെ തന്നെ. ഒരു ചവിട്ട് കിട്ടിയാൽ മതി, നമ്മുടെ വണ്ടി ചമ്മന്തി ആവും കൈസ്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് മുങ്ങ. ഈ ഗോഡ്സിലല്ല, ഈ വലാക്കിൻ്റെ മോൺസ്റ്റർ നമ്മുടെ സിറ്റിയിൽ ഇറങ്ങി ആകെ സീനാക്കുമല്ലോ. ഏതായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഇത് നമ്മളെ മിക്കവാറും കൊല്ലാൻ ചാൻസ് ഉണ്ട് കൈസ്. വണ്ടിമൊക്കെ ചവിട്ടാൻ നോക്കുന്നുണ്ട്. ആകെ വണ്ടി ഡോറൊക്കെ പൊട്ടിപ്പോണ് കൈസ്. എന്ത് ചെയ്യാനാണ്? എന്നാൽ ഇതിപ്പോൾ എൻ്റെ പിന്നാലെ കൂടാൻ കാരണം എന്തായിരിക്കും? ഞാനായിക്കൂടെ സുഖമായി വല്ല പോകുകയല്ലായിരുന്നു, പിന്നെ ഇത് എൻ്റെ പിന്നാലെ മാത്രം പോയിരുന്നു. അതെല്ലാം നമുക്ക് വീട്ടിലേക്ക് പോകാം. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പം ഇതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടലാണ് പണി. ഏതായാലും നമ്മുടെ വീട് തിന്നേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയും കൂടി ചമ്മന്തിയാവും. ഇതിങ്ങനെ ചവിട്ടിന് ചമ്മന്തി ആക്കിയാലോ? നമുക്ക് ഏതായാലും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ വണ്ടി കയറ്റിയേക്കാം. മുറ്റത്ത് വണ്ടി ഇട്ടാൽ സീനാവും. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് തന്നെ കയറ്റിയിടാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പോകും. വളരെ എക്സ്പെൻസീവാണ് എൻ്റെ വണ്ടി കൈസ്. ഒരു 2 കോടി കൊടുത്ത് വാങ്ങിയതാണേ. ഏതായാലും നമ്മൾ വണ്ടി ഉള്ളിൽ കയറ്റിയാണ്. എന്നാലും ഇതിപ്പോൾ എന്തായിരിക്കും, നമുക്കൊന്ന് വിശദമായി കാണാനും പറ്റിയില്ല. അപ്പത്തിന് പിന്നാലെ കൂടും ചെയ്തില്ലേ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെ ഉണ്ടോണ്ട് കൈസ്. എനിക്ക് തോന്നുന്നത് മുകളിലാണെന്നാണ്. അതതിൻ്റെ മണ്ട കയറിക്കും. ഏതായാലും നമുക്ക് കൈസ് ഡ്രോൺ ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ടൊന്ന് വിശദമായ എന്താണ്, ഗോഡ്സിലയാണോ അതോ വേറെ വല്ല മോൺസ്റ്റർ ആണോ നോക്കാം. അതല്ലേ നല്ലത് കൈസ്. അപ്പോൾ ഏതായാലും ഞാൻ ഡ്രോൺ എടുത്തിട്ടുണ്ട്, നമുക്ക് പറത്താം കൈസ്. ഞാൻ ഡ്രോൺ ഓണാക്കി ഗൈസ്. ഇതെന്താണ് കൈസ്? വലിയ സാധനം കൈസ്. ഇത് ഗോഡ്സില തന്നെയാണ് കൈസ്. നോക്കും, അതിൻ്റെ ബാക്കിലാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കൈസ്. ഗോഡ്സിലാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മണ്ട കൈസ് പമ്പലം കണക്കിന് കറങ്ങുന്നുണ്ട്. നമ്മളെ മാത്രമാണ് കൈസ് ഇത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കുറച്ചിട്ട് കഴിഞ്ഞാൽ പോവായിരിക്കും കൈസ്. അതുവരെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാം, അതല്ലേ നല്ലത്. ഏതായാലും കൈസ് ഗോഡ്സില നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഗൈസ്. ഒച്ചമൂലൊക്കെ പോയി തോന്നുന്നു ഗൈസ്. ഗോഡ്സിലേൻ്റെ കാലടി ശബ്ദവും അതിൻ്റെ അലറലൊക്കെ പോയി. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. എങ്ങനെയും കൊല്ലണം ഗൈസ്. എൻ്റെ അടുത്താണ് ഈ ഗൺസും ഇല്ല. നമുക്കൊരു ഗണ്ണ് വാങ്ങണം, ഒന്നല്ല കുറേ ഗണ്ണ് വാങ്ങണം. എന്നിട്ട് അതിനെ തീർക്കണം ഗൈസ്. കാരണം നമ്മളാണല്ലോ ഈ നാടിൻ്റെ ഹീറോ. ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ ഗൺ ഷോപ്പിലേക്ക് വിടാം. എന്നിട്ട് നമുക്ക് കുറേ ഗൺസ് വാങ്ങാം. ഏതായാലും നമ്മൾ ഗൺ ഷോപ്പിൽ എത്തി കൈസ്. ഇനി വേഗം ഇറങ്ങിയിട്ട് നമ്മുടെ അവിടെ ഇല്ല എല്ലാ ഗണ്ണും വാങ്ങണം. എങ്ങനെയും അതിന് തീർക്കണം കൈസ്. അതിനെ വെടിവെച്ച് ഇല്ലാതാക്കും. ഈ നാടിൻ്റെ രക്ഷകൻ ഫ്രാങ്ക്ലിനാണ് ഈ പറയുന്നത്. ഏതായാലും കൈസ് ഞാൻ അവിടെ കിട്ടുന്ന എല്ലാ ഗണ്ണും വാങ്ങി കൈസ്. ഇവിടെ RPG ഉണ്ട്, AK-47 ഉണ്ട്, മെഷീൻ ഗണ്ണ് ഉണ്ട്, അങ്ങനെ പിസ്റ്റലുണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കൈസ്. നമുക്ക് നേരെ നമ്മുടെ ഗോഡ്സിലോട്ട് എത്തിയാൽ മതി. പക്ഷേ കഴിച്ച് നമ്മുടെ ഈ വണ്ടി കൊണ്ട് പോകുന്ന സീനാണ്. നമുക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാണ്ട് വെടി വെച്ച് കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ ജീവന് അപകടമാണ്. നമുക്ക് ഏതായാലും കഴിച്ച് നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് ഒരു വിമാനം എങ്ങനെയും സംഘടിപ്പിക്കാൻ നോക്കാം. എന്നിട്ട് അതിൽ കയറിയാണ്ട് നമുക്ക് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അതിനെങ്ങനെയും കൊല്ലാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് വിടാം കഴിച്ച്. ഇനി അവിടെ ഗോഡ്സില ഇല്ല എന്നാൽ മതിയായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ മുന്നേ തന്നെ കാണുന്നുണ്ട്. ഗോഡ്സിലിനെ എത്ര വെടി വെച്ചാൽ ചാവെന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് പരിശ്രമിച്ച് നോക്കാം കൈസ്. ഏതായാലും നമ്മുടെ എയർപോർട്ടിലൂടെ എത്തി കൈസ്. ഗോഡ്സില നിൽക്കുന്നു കൈസ്. ഗോഡ്സില നമ്മുടെ എയർപോർട്ടിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്, നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് വേഗം ഉള്ളിൽ കാണാതെ കയറണം. അതിൻ്റെ ഇടയിലാണല്ലോ ഈ വണ്ടീൻ്റെ ഓരോ കുത്തലൊക്കെ കൈസ്. കൺട്രോളാൻ കിട്ടുന്നില്ലല്ലോ വണ്ടിയിൽ. സ്റ്റെയറിംഗ് ഒക്കെ കൈസ് ആകെ തിരിയുന്നു. ഏതായാലും കൈസ് നമ്മുടെ വിമാനം നമുക്ക് ആ ചെറിയ വിമാനം എടുത്ത് പോവാം, അതല്ലേ നല്ലത്. അതുകൊണ്ടാകുമ്പോൾ നമുക്ക് വല്ല ബിൽഡിങ്ങിൻ്റെ മണ്ടക്ക് കയറാനും സുഖമാണല്ലോ. ഏതായാലും ഞാൻ ഇവിടെ കാറ് നിർത്തി നമുക്ക് നേരെ ഇവിടെ വിമാനം എടുക്കാം. ഗണ്ണൊക്കെ ഫുള്ള് റെഡിയാണ്. ഇനി നമുക്ക് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടക്ക് ഗോൾഡിൻ്റെ അടുത്തെത്തിയാൽ മതി.
ഏതായാലും നമ്മൾ ഗോഡ്സിനെ ലക്ഷ്യം വെച്ച് പോകുന്നുണ്ട്. ഗോഡ്സിൽ ഏതായാലും നമ്മളെ കണ്ടിട്ടില്ല. നമുക്ക് ഏതായാലും ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നിർത്താൻ പറ്റുമോ? ഈ ബിൽഡിങ് ഗൈസ് ഇതാണല്ലോ ഗോഡ്സിൻ്റെ അടുത്തിൽ ഗൈസ്. അവിടെ നിർത്താനും പറ്റില്ലല്ലോ ഗൈസ്. ഗോഡ്സി നമ്മളെ കണ്ടു എന്ന് തോന്നുന്നു ഗൈസ്. ഗോഡ്സി നമ്മളെ പിന്നാതെ തന്നെ ഉണ്ട് ഗൈസ്. നമ്മുടെ വിമാനത്തിൻ്റെ കൺട്രോൾ പോയി. അതാ ഗൈസ് നമ്മുടെ വിമാനം കത്തുന്നു. ഗോഡ്സിലാണ് പിന്നാലെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയും മുകളിൽ പോയി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇവൻ നമ്മളെ കൊല്ലും ഗൈസ്. ഗോഡ്സിൽ ഒറ്റത്തട്ടിട്ട് ഗൈസ് നമ്മൾ ഏതോ ലോകത്തെത്തി ഗൈസ്. ആകാശത്തിൻ്റെ അങ്ങേ തല ഗൈസ്. ഗോഡ്സിൽ നമ്മളടുത്ത് എറിഞ്ഞു എന്ന് തോന്നുന്നു. അജാതി ഏറെ എറിഞ്ഞാണ്. നമ്മളെ സിറ്റി പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫുള്ള് നീല കളറാണ് ഗൈസ്. നമ്മളെ ആകാശത്തിൻ്റെ അങ്ങേ തല എത്തിയോണ്ട് ആകാശം വരെ. ഗോഡ്സിലേക്ക് ഇത്ര പവറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ഒറ്റ ഏറാ ഒന്നും നോക്കില്ല. വല്ല പന്ത് എറിയണമായിരിക്കും ഒറ്റ ഏറ്. അതെല്ലാം നമുക്ക് ഗൈസ് നമ്മൾ എങ്ങനെ സിറ്റിയിൽ എങ്ങനെയും എത്താൻ പറ്റുമോ നോക്കണം. ആ ഗൈസ് നമ്മൾ സിറ്റി കാണുന്നുണ്ട്. ഇതാ ചെറുങ്ങനെ വരുന്നുണ്ട്. നമുക്കതിൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല. കുറേ ഹൈറ്റിലാണ് നമ്മൾ. ഗോൾസ് ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് എങ്ങനെയും ഗൈസ് വേറൊരു വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. ഈ വണ്ടി അതിനെ കത്തി കരിയാനായിക്കണേ. കുറേ തീപ്പൊരിയൊക്കെ പറഞ്ഞിട്ട് ബാക്കൂടെ. നമുക്ക് ഏതായാലും വേഗം നമ്മുടെ സിറ്റിയിലേക്ക് വേഗം പോകണം. അങ്ങനെ ഗൈസ് സിറ്റി കണ്ടു. ഇവിടെ ഗോഡ്സിനെ ഒന്നും കാണാല്ല. നമുക്ക് ഏതായാലും ഗൈസ് ഈ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടൊക്കെ നിർത്തേണ്ട ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ചാടാം, അല്ലെങ്കിൽ വിമാനം പൊട്ടിട്ടാണ് നമ്മൾ ചാവാൻ. ഏതായാലും കത്തി കരിയാനായിക്കണം. നമുക്കൊന്ന് ചാടാം ഗൈസ്. ചാടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. തല ഒന്ന് പൊട്ടുന്നല്ലാതെ വേറെ സീൻ ഉണ്ടാവില്ല. തല ഗൈസ് എൻ്റെ തല അടിച്ചു പോയി. അതായത് കുഴപ്പമില്ല. നമ്മൾ ഈ ഗോഡ്സിനെ കൊല്ലി. ഈ ഗോഡ്സിൻ്റെക്കാളും കയ്യിൽ നിന്ന് ചാവണേക്കാൾ നല്ലതാണ് ചാവണേ. ഗോഡ്സിൻ്റെ ശബ്ദങ്ങളൊന്നും കേൾക്കാമല്ലോ. ഇനി നമ്മൾ എറിഞ്ഞേണ്ട അത് എങ്ങോട്ടേലും പോയോ? നമ്മൾ വിമാനം എടുത്ത് എറിഞ്ഞില്ലേ? ഇവിടെ ഒന്നും കാണാനില്ല. ഇനി ആ ഭാഗത്തുണ്ടോ നമുക്ക് നോക്കാം. ഈ ഗോഡ്സിൽ മുങ്ങിയോ ഗൈസ്? നമ്മളെ വിമാനം കൊണ്ട് തോക്കോട്ടൊക്കെ എന്നാണ്ട് മുങ്ങിയോ? ഈ ഭാഗത്തും കാണാനില്ല. അത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലുണ്ടോ അറിയില്ല. അത് നോക്കാനും പറ്റുള്ള ഗൈസ്. ഈ ഭാഗത്തായിരിക്കും. ഇതാണ് ചാൻസ് കൂടുതൽ ഗൈസ്. എന്നാലും ഗോഡ്സിലത് എവിടെ പോയി? ഈ ഭാഗത്തും കാണാനല്ലോ. നമുക്കിനി തോക്കെടുത്ത് നമ്മളെ സ്നൈപ്പർ എടുത്ത് നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇനി അവിടെ എവിടെ ഉണ്ടെങ്കിലോ മിക്കവാറും ഗൈസ് എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ആ ഭാഗത്തായിരുന്നു. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കാണാനല്ല ഗൈസ്. ഇവിടെ അതാ ഗൈസ് അറിയാതെ കാൽ സ്ലിപ്പായി ഗൈസ്. ഗോഡ്സിലേതാ നമ്മുടെ താഴെ തന്നെ. ഗോഡ്സിലേക്ക് പിരാന്താണ് ഗൈസ്. നമ്മളെ കാത്ത് നിൽക്കുക ഗൈസ്. ഗോഡ്സിലേതാ നമ്മൾ തട്ടി തെറിപ്പിക്കിട്ട് ഗൈസ്. എൻ്റെ തല അടിച്ചു പോയി. അതാ ചാവ പോട് ഗൈസ്.